ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുമാറാകട്ടെ. നിയമങ്ങളും പ്രതിഭാസങ്ങളും എന്ന ആരോഗ്യ പരമ്പരയിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് ദ ലോ ഓഫ് സ്പെഷ്യൽ ഇക്കോണമി അഥവാ വിശേഷ വ്യയ നിയമം എന്ന ഒന്നിനെ കുറിച്ചാണ്. ശരീരത്തിന്റെ ഒരു നിർണയ സ്വഭാവം അല്ലെങ്കിൽ വിവേചന സ്വഭാവമാണ് വിശേഷ വ്യയം എന്നുള്ളത്. ശരീരത്തിന്റെ ജീവചൈതന്യത്തെ, ഊർജത്തെ ശരിയാം വിധം മാത്രമേ അത് വ്യയം ചെയ്യുകയുള്ളൂ, ചെലവാക്കുകയുള്ളൂ. അനുചിതമായി ചെലവാക്കുകയില്ല എന്ന നിയമമാണ് സ്പെഷ്യൽ ഇക്കോണമി എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: The law of special economy states that the body stores surplus energy for future needs. വിശേഷ വ്യയ നിയമവും പ്രതിഭാസങ്ങളും. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുകയും ഊർജ വിനിയോഗം കുറയുകയും ചെയ്യുമ്പോൾ ജീവനുള്ള ശരീരം മിച്ചം വരുന്ന ഊർജത്തെ സംരക്ഷിക്കുകയും പ്രത്യേക ആവശ്യങ്ങൾക്കായി സംഭരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ജീവന്റെ വിശേഷ വ്യയ നിയമം. ജീവൻ എപ്പോഴും ബുദ്ധിപരമായ മിതവ്യയം ശീലിക്കുന്നുണ്ടെന്നും ലഭ്യമായ ജീവശക്തി ഒരിക്കലും അന്യായമായി പാഴാക്കില്ലെന്നും ഈ നിയമം പറയുന്നു. ഈ നിയമപ്രകാരം ശാരീരിക പ്രവർത്തനങ്ങൾ കുറവായിരിക്കുമ്പോൾ ഊർജം ചെലവാക്കുന്നതിന് പകരം ലാഭിക്കപ്പെടുന്നു. സംരക്ഷണം, ദീർഘവീക്ഷണം, കൂടുതൽ കരുതൽ ശേഖരം നിർമ്മിക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാന സവിശേഷതകൾ. വിശ്രമവേളയിലും ഉറക്കത്തിലും അവയവങ്ങളുടെ ഊർജ ഉപയോഗം കുറയുകയും മിച്ചം വരുന്ന ഊർജം സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ശരിയായ വിശ്രമത്തിന് ശേഷം ശരീരം കൂടുതൽ ഊർജസ്വലമായി അനുഭവപ്പെടുന്നത് ഈ കരുതൽ ഊർജം പുറത്തുവിടുന്നത് കൊണ്ടാണ്. രോഗമുക്തിക്ക് ശേഷം കരുത്ത് വർദ്ധിപ്പിക്കാനും വിശ്രമത്തിന് ശേഷം സഹിഷ്ണുത മെച്ചപ്പെടുത്താനും വളർച്ച, അറ്റകുറ്റപ്പണികൾ, അതിജീവന ശേഷി എന്നിവയ്ക്കും ഈ സംഭരിക്കപ്പെട്ട ഊർജത്തെയാണ് ശരീരം ആശ്രയിക്കുന്നത്. കരുതൽ ശേഖരം തീരുമ്പോഴാണ് തളർച്ച അനുഭവപ്പെടുന്നത്. വിശേഷ വ്യയ നിയമത്തിലൂടെ ഭാവിയിൽ ഉണ്ടാകാവുന്ന സമ്മർദ്ദങ്ങളെയും രോഗങ്ങളെയും മറ്റു പ്രയത്നങ്ങളെയും തളർച്ചയില്ലാതെ നേരിടാൻ ശരീരം സ്വയം സജ്ജമാകുന്നു. ഈ ആധുനിക കാലത്ത് നാം ഇവിടെ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തന തത്വങ്ങളെ നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു ഓമന പേരാണ് ഇക്കോ മിമിക്രി എന്നുള്ളത്. പ്രകൃതി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിനെ നമ്മൾ അനുകരിക്കുന്നു എന്നുള്ളതാണ് ഇക്കോ മിമിക്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആധുനിക കാലത്തെ വാഹനങ്ങൾ പലതും വളരെ ഉയർന്ന ഇന്ധനക്ഷമതയുള്ളവയാണ്, ഉയർന്ന മൈലേജ് ഉള്ളവയാണ്. അതിന് കാരണമാകുന്നത് ഈ ഇക്കോ മിമിക്രി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. പ്രകൃതി എപ്പോഴും പ്രകൃതിയുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഊർജത്തെ, ആ വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന് ആവശ്യമുള്ള ഊർജത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുകയും പ്രവർത്തനങ്ങൾ കുറഞ്ഞ സമയത്തെ അതിന്റെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനത്തിലെ ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു രീതി നമ്മുടെ വ്യവസ്ഥകൾക്കുണ്ട്. ഈ വ്യവസ്ഥയെ അതേപോലെ അനുകരിക്കുമ്പോഴാണ് ഈ ആധുനിക വാഹനങ്ങളിൽ, പലപ്പോഴും ഹൈബ്രിഡ് വാഹനങ്ങളിലുമൊക്കെ ഇപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഊർജത്തെ ഇലക്ട്രിക് വാഹനങ്ങളെല്ലാം തന്നെ അത് റിവേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ പിന്നീടുള്ള ഊർജത്തിനായിട്ട്, പിന്നീടുള്ള ഉപയോഗത്തിനായിട്ട് എടുത്തു വയ്ക്കും. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ നമ്മൾ അനുകരിച്ച ആ ഒരു വ്യവസ്ഥയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് സ്പെഷ്യൽ ഇക്കോണമി എന്ന് പറയുന്നത്, വിശേഷ വ്യയം എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുകയും ഊർജ വിനിയോഗം കുറയുകയും ചെയ്യുമ്പോൾ ജീവനുള്ള ശരീരം മിച്ചം വരുന്ന ഊർജത്തെ സംഭരിക്കുകയും പ്രത്യേക ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, ശ്വാസകോശം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കരളും വൃക്കയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അത് ഊർജം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരം ഊർജം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് പ്രത്യേക കാര്യങ്ങളൊന്നും നേടാനില്ല എന്നുള്ളൊരവസ്ഥയിൽ, പ്രത്യേകമായിട്ടൊന്നും ചെയ്യാനില്ല എന്നുള്ള അവസ്ഥയിൽ
ശാരീരിക ധർമ്മങ്ങൾ എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ആന്തരിക ധർമ്മങ്ങൾ എന്നുള്ളതല്ല, ശരീരത്തിന്റെ പുറം പ്രവർത്തനങ്ങളൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരവസ്ഥയിൽ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഊർജമുണ്ടല്ലോ, അമിതമായ ഊർജമുണ്ടല്ലോ, ആ ഊർജത്തെ അതിനുവേണ്ടി, അതായത് പുറം പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പേശികൾ ചെലവാക്കുന്ന ഊർജമല്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിനും കിഡ്നിക്കും ഒക്കെ വേണ്ടി വരുന്ന അധിക ഊർജം, അധിക ആയാമം ഉണ്ടല്ലോ, അതിനു വേണ്ടി വരുന്ന ഊർജത്തെ അത് മിച്ചം വയ്ക്കും. ആ മിച്ചം വയ്ക്കുന്ന സമയത്ത് ആ മിച്ചത്തെ എടുത്തിട്ട്, അധികമായി വരുന്ന ഊർജത്തെ മിച്ചം വരുന്നതിനെ എടുത്തിട്ട് അത് പ്രത്യേക ആവശ്യങ്ങൾക്കായി സംഭരിച്ചു വെക്കുന്ന അവസ്ഥ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത് പേശികൾക്കിടയിലാണ് സാധാരണ രീതിയിൽ സംഭരിച്ചു വെക്കുക. അത് വേണ്ടുന്ന സമയത്ത് നമ്മൾ ഈ ഊർജോൽപാദനത്തിന് സമയത്ത് മൈറ്റോകോൺട്രിയയുടെ അകത്തുകൂടെ ഈ സംഭവം കടന്നു പോകുന്ന സമയത്താണല്ലോ ഊർജ വിസരണം ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഒഴിവാക്കി ഇതെല്ലാം കൂടെ സംഭരിച്ച് കൊഴുപ്പിന്റെ രൂപത്തിലും ഒക്കെ ആയിട്ട് സംഭരിച്ചു വെക്കുന്നു. കൊഴുപ്പിന്റെ രൂപത്തിൽ മാത്രമല്ല സംഭരിച്ചു വെക്കുക, ചൈതന്യം എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റഡ് ഇന്റലിജന്റ് എനർജിയാണ്. ആ ഫെസിലിറ്റേറ്റഡ് ഇന്റലിജന്റ് എനർജി എന്ന് പറയുന്ന ഒരു അവസ്ഥ വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ എവിടെയെല്ലാമാണ് ഊർജം സംഭരിക്കാൻ പറ്റുന്നത് അതിന്റെ പോക്കറ്റ്സ് ക്ലിയർ ആക്കുന്നു. ആ പോക്കറ്റ്സിലെല്ലാം തന്നെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്തു വെക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് നിരീക്ഷിക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ജീവൻ എപ്പോഴും ബുദ്ധിപരമായ മിതവ്യയം ശീലിക്കുന്നുണ്ടെന്ന്. ബുദ്ധിപരമായ വിനിമയം എന്ന് പറയുമ്പോൾ ആവശ്യമുണ്ടോ, ഉണ്ടെങ്കിൽ അല്പം ചെലവാക്കുക, ആവശ്യമില്ലേ അത് ചെലവാക്കാതിരിക്കുക. അത് മാത്രമല്ല അതിനെ കൺവെർട്ട് ചെയ്ത് നമ്മൾ ഊർജോൽപാദനം, ഇവിടെ ശ്വാസം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഊർജോൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഊർജോൽപാദനം നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ കൺവെർട്ട് ചെയ്യാം, ഇതെങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം എന്നുള്ളത് അത് മനസ്സിലാക്കുന്നു. അപ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ കുറവാകുന്ന സമയത്ത് ഊർജം ചെലവാക്കുന്നതിന് പകരം അത് ലാഭിക്കപ്പെടുന്നു. ശരീരപ്രവർത്തനങ്ങൾ കുറവാണ്, അപ്പൊ അതുകൊണ്ട് ആ വഴിക്ക് ചെലവാക്കുന്നത് അത് ലാഭിക്കുന്നു. എന്നിട്ട് അതിനെ സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നു. ഭാവിയിലേക്ക് ആവശ്യമുണ്ടെന്നുള്ള ദീർഘവീക്ഷണം അത് പുലർത്തുന്നുണ്ട്. അപ്പോ അതിനു വേണ്ടിയിട്ട്, ഭാവിയിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനു വേണ്ടി കരുതൽ ശേഖരം നിർമ്മിക്കൽ എന്ന സ്വഭാവങ്ങൾ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ വിശ്രമിക്കുകയാണ്, വിശ്രമവേളയിൽ അല്ലെങ്കിൽ ഉറക്കത്തില് അവയവങ്ങളുടെ ഊർജ്ജ ഉപയോഗം നല്ല പോലെ കുറയും. നമുക്ക് ആക്ടിവിറ്റീസ് കുറവാണ്. മിച്ചം വരുന്ന ഊർജത്തെ അപ്പൊ സംഭരിക്കും. അതിന്റെ ഫലമായിട്ടാണ് ഉറക്കത്തിന് ശേഷം ഉണർവിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ശക്തിയായിട്ട് വരുന്നത്. നമ്മൾ പകരം മുഴുവൻ പണിയെടുത്ത് ശാരീരിക അധ്വാനമൊക്കെ ചെയ്ത് ഭയങ്കരമായിട്ട് ടയർഡായിട്ട് പോയി കിടന്നിരിക്കട്ടെ, നമുക്ക് എഴുന്നേക്കാൻ വയ്യ, നടക്കാൻ വയ്യ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും പോയി കിടക്കുക. കിടന്ന് ഉറക്കം കഴിയുമ്പോൾ ശരീരത്തിന് പൂർണ്ണ വിശ്രമം നൽകുന്ന സമയത്ത് ശരീരത്തിന്റെ ആ റീ ഓർഗനൈസേഷൻ കൃത്യമായിട്ട് നടക്കുകയും ഇക്കോണമി, അതായത് ശരീരത്തിന്റെ ആ ഊർജ വിതരണ സംവിധാനം ഉണ്ടല്ലോ, അത് കൃത്യമായി പ്രവർത്തിച്ച് ഊർജോൽപാദനം ശ്വസനത്തിലൂടെ നടത്തി ശരീരപ്രവർത്തനങ്ങൾക്ക് വളരെ പരിമിതമായ അളവിൽ മാത്രം വേണ്ടി വരുന്നുള്ളൂ. ആ സമയത്ത് പരിമിതമായി നൽകി ബാക്കിയുള്ള ഊർജത്തെ പൂർണ്ണമായും സംഭരിക്കുന്നു. ഇതിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ ഉണർവിലേക്ക് വരുന്നത്. രാവിലെ നമുക്ക് എന്തും ചെയ്യാനുള്ള ഉണർവിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോ വിശ്രമത്തിന് ശേഷം ശരീരം കൂടുതൽ ഊർജ്ജസ്വലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അത് ഈ കരുതൽ ഊർജം പുറത്തുവിടുന്നത് കൊണ്ടാണ്. ഇപ്പോ രോഗമുണ്ടായി, രോഗമുക്തിക്ക് ശേഷം കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഉറക്കം മാത്രമല്ല, നമ്മളിപ്പോ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പനിയിൽ നിന്ന് വൃക്ക പറയാൻ ആദ്യം കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോൾ നമ്മൾ അത്രയും കാലം ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തന ശേഷിയിലേക്ക് നമ്മൾ വന്നു ചേരും. ആ സമയത്ത് നമ്മുടെ ടോളറൻസ് ലെവല്, നമ്മൾ ഈ വയ്യാത്ത സമയത്ത് നമുക്ക് ഒന്നിനോടും താല്പര്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് കടന്ന് ഒരല്പം കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ ടോളറൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഡെവലപ്മെന്റ്, വളർച്ച എന്നുള്ളത്, നമ്മുടെ കേടുപാടുകൾ തീർക്കൽ എന്നുള്ളത്, അതുപോലെ ഈ നമ്മുടെ അതിജീവിക്കാനുള്ള, നമ്മൾ ഏതെങ്കിലും ചെറിയ സാഹചര്യങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിച്ച് അതിജീവിച്ച് പോകുവാനൊക്കെ വേണ്ടിയുള്ള ആ ഒരു കരുത്ത് നേടുന്നതിനും ഒക്കെ ഈ രോഗത്തിന്റെ അവസ്ഥയിലോ വിശ്രമത്തിന്റെ അവസ്ഥയിലോ ശരീരത്തിൽ സംഭരിക്കുന്ന ഊർജത്തെയാണ് ഉപയോഗിക്കുന്നത്.
ഈ കരുതൽ ശേഖരം തീർന്നു എന്നിരിക്കട്ടെ, അപ്പൊ നമുക്ക് തളർച്ച വരും. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു കരുതൽ ശേഖരം ആവശ്യമുണ്ട്. ആ ശേഖരം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കരുതൽ ശേഖരം കഴിയുന്ന സമയത്ത് തളർച്ച വരും. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോഴും നമ്മുടെ ശരീരത്തിന് ഒരല്പം പ്രവർത്തനം കഴിഞ്ഞാൽ വിശ്രമം നൽകാനുള്ള ഒരു ശ്രമം നടത്തുക, ഒരു ശ്രദ്ധയുണ്ടാവുക. എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടല്ലോ. ഇപ്പൊ നല്ല ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് ഒരു ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മിനിമത്തിൽ മാത്രമേ ആക്സിലറേറ്ററിൽ നമ്മൾ ത്രസ്റ്റ് കൊടുക്കുകയുള്ളൂ, വളരെ മിനിമത്തിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോ ആ ഓടുന്ന വേഗത്തിൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ആ ചെറിയ സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനത്തിനായിട്ട് നമ്മൾ ഒരുപാട് ഊർജ്ജം ചെലവാക്കേണ്ടതല്ലേ. വണ്ടി ഓടിത്തുടങ്ങുന്നു എന്നുള്ളത് പോലെ ജീവിതം ഓടിത്തുടങ്ങുമ്പോൾ ആ പോകുന്ന പോക്കിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുത്താൽ മതി. ബാക്കി ഊർജ്ജം നമ്മുടെ ശരീരം സംഭരിച്ചു വെക്കും. ആ സംഭരിക്കുന്ന ഊർജം സമ്പൂർണമായി തീർത്താൽ, നമ്മൾ പ്രവർത്തിച്ച് മുഴുവൻ ഡിസ്ചാർജ് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ അത് റിക്കവർ ചെയ്യാൻ അതിൻ്റെതായ സമയമെടുക്കും. റിക്കവർ ചെയ്യും, വിശ്രമം ഉണ്ടെങ്കിൽ റിക്കവർ ചെയ്യും. റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കരുതി വെക്കും. കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീടുള്ള ഊർജ്ജസ്വലതയ്ക്ക്, ശരീരത്തിന്റെ റിപ്പയറിന്, അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾക്ക്, അതിജീവനത്തിന്, നമ്മുടെ ടോളറൻസ് ലെവൽ കൂട്ടാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കും. അപ്പോ ഭാവിയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ആ സമ്മർദ്ദങ്ങളെയും രോഗങ്ങളെയും മറ്റു പ്രയത്നങ്ങളെയും തളർച്ചയില്ലാതെ നേരിടാനാണ് ഈ സ്പെഷ്യൽ ഇക്കോണമി പ്രയോഗിക്കുന്നത്. അതായത് നമ്മൾ പ്രവർത്തിച്ചു പോയാൽ ഊർജ്ജം തീരും. ഊർജ്ജം തീരുന്ന സമയത്ത് നമ്മുടെ ശരീരം താഴത്തേക്ക് വരും. അത് ഒഴിവാക്കാനായിട്ട് നാളെ ഈ കാര്യങ്ങളെല്ലാം വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ, ഈ പ്രവർത്തനങ്ങളെല്ലാം വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ അതിലേക്ക് വേണ്ടുന്ന ഊർജം സംഭരിച്ചു വെക്കുന്ന പ്രോസസ്സാണ്, ബഫറിംഗ് ആണ് ചെയ്യുന്നത് ഈ കരുതൽ എന്ന് പറയുന്നത്. അപ്പോ ഇത് ശരീരത്തിന്റെ ഊർജ വ്യയം, ഊർജത്തെ ചെലവാക്കുന്ന ഒരു സ്വഭാവത്തെ മാനേജ് ചെയ്യാനുള്ള ജീവന്റെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അതിനാണ് സ്പെഷ്യൽ ഇക്കോണമി എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരത്തിൽ എത്രത്തോളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എത്രത്തോളം വ്യായാമമുണ്ട്, എത്രത്തോളം വിശ്രമമുണ്ട്, ഈ വിശ്രമം കഴിയുമ്പോൾ എത്രത്തോളം ശരീരം ഇതിന് റിക്കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് ഈ നിയമത്തെ ബോധ്യപ്പെടുക. നാളെ വേറൊരു നിയമത്തെ പരിചയപ്പെടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്നു കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.